വിവിധ സഹകരണ സംഘങ്ങളിൽ ബാങ്കുകളിൽ വിവിധ തസ്തികകളിലായിട്ടുള്ള നിയമനത്തിന് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇപ്പോൾ അപേക്ഷ ഉന്നയിച്ചിട്ടുണ്ട്. 100ഓളം ഒഴിവുകളാണുള്ളത്. സ്ഥിര നിയമനമാണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാറ്റഗറി 35/2025 എന്നുള്ളതാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ എന്നിവയാണ് ഈ പോസ്റ്റുകളിലേക്ക് ആകെ 9 ഒഴിവുകളാണുള്ളത്. അതിനുവേണ്ടി യോഗ്യത ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും അതോടൊപ്പം HDC അല്ലെങ്കിൽ GDC പാസ്സവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ 50% മാർക്കോടെ BCom കോർപ്പറേഷൻ പാസ്സവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും. അടുത്ത കാറ്റഗറി 36/2025 ജൂനിയർ ക്ലർക്ക്, സൂപ്പർ ഗ്രേഡ് ബാങ്കിൽ 19 ഒഴിവുകൾ. അടുത്ത കാറ്റഗറി 37/2025 ജൂനിയർ ക്ലർക്ക്, സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിലേക്ക് 43 ഒഴിവുകൾ. അടുത്തത് 38/2025 ജൂനിയർ ക്ലർക്ക്, ക്ലാസ് 2 to ക്ലാസ് 7 ബാങ്കുകൾ, അതിലേക്ക് 18 ഒഴിവുകളുണ്ട്. ഇതെല്ലാം ഒരേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ്സും JDC ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും HDC ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പാസ്സായവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്ത കാറ്റഗറി 39/2025 എന്നുള്ള സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെയാണ്. 4 ഒഴിവുകളാണുള്ളത്. MCA അല്ലെങ്കിൽ BTech IT, BTech കമ്പ്യൂട്ടർ സയൻസ്, BTech ഇലക്ട്രോണിക്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം 3 വർഷം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാറ്റഗറി 40/2025 ആണ്. അതിലേക്ക് വേണ്ട ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെ 3 ഒഴിവുകളാണുള്ളത്. വേണ്ട യോഗ്യത ഡിഗ്രിയും ഡാറ്റ എൻട്രി കോഴ്സ് സർട്ടിഫിക്കറ്റുമാണ്. അതോടൊപ്പം 1 വർഷം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി പറഞ്ഞിട്ടുള്ള 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപേക്ഷാ ഫീസുണ്ട്. ഒരു ബാങ്കിലേക്ക് അപേക്ഷിക്കാൻ ജനറൽ കാൻഡിഡേറ്റ് ആണ് 150 രൂപയും അഡീഷണലായിട്ട് ഓരോ ബാങ്കിനും 50 രൂപയുമാണ് കൊടുക്കേണ്ടത്. എന്നാൽ SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് ആദ്യത്തെ ബാങ്കിന് 50 രൂപ, അഡീഷണലായിട്ട് ഓരോ ബാങ്കിനും 50 രൂപ കൊടുത്താൽ മതിയാവും. അതോടൊപ്പം നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി എടുത്ത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവരെ www.cseb.kerala.gov.in എന്ന സൈറ്റ് വഴി 2026 ജനുവരി 22 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാൻ കൂടി മറക്കരുത്. താങ്ക് യു.